Good morning, my dear students. I am Srijaya and I am handling the paper Accounting for Management for this semester. And I think all of you are doing well, and we can start our paper Accounting for Management. You different types of accounting പഠിച്ചിട്ടുണ്ട്. Financial accounting പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് പഠിച്ചിട്ടുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിംഗ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പുതിയ ബ്രാഞ്ചാണ് അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ്. അതാണ് നിങ്ങൾക്ക് ഇപ്രാവശ്യം പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പേപ്പർ. അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് ഇറ്റ് ഈസ് അക്കൗണ്ടിംഗ് ഫോർ മാനേജീരിയൽ ഡിസിഷൻസ്. മാനേജീരിയൽ ഡിസിഷൻസിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ് അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ് എന്നുള്ള പേപ്പറിൽ പറയുന്നത്. സോ ലെറ്റ് us see what are the modules included in this paper. The first module is Introduction to Accounting for Management. In this module you can study the concept of management accounting and the relation between different accounting. And the second module is Analysis and Interpretation of Financial Statements. In this module, you can study the analysis of financial statements like profit and loss account and balance sheet with the help of comparative statement, common size statements, trend analysis, etc. And in third module, it is one of the important module, and it is ratio analysis. Ratio analysis is a type of analysis of financial statements with the help of ratio. Ratio എന്ന ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ അനലൈസ് ചെയ്യാമെന്നുള്ളതാണ് ഈ തേർഡ് മോഡ്യൂളിൽ പഠിക്കുന്നത്. ദെൻ ഫോർത്ത് മോഡ്യൂൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ബൈ മേക്കിംഗ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഹൗ വി ക്യാൻ അനലൈസ് ദ profit and loss account and balance sheet is studied in this module. And module 5, cash flow analysis. In cash flow analysis, we can study the analysis of profit and loss account and balance sheet with the help of cash flow statement. And in sixth module, it is marginal costing and CBP analysis. And it also consists of the analysis of profit and loss account and balance sheet with the help of marginal costing and CBP analysis. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, all these modules consist of analysis of financial statements like profit and loss account and balance sheet. Profit and loss account, balance sheet, ഈ രണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യുന്ന കോഴ്സാണ് മിക്കവാറും ഈ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ഒഴികെ ബാക്കിയുള്ളതെല്ലാം അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. ഈ ഒരു അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ് എന്നുള്ള പേപ്പർ തന്നെ ഇതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് എന്നുള്ള ഈ പ്രധാനപ്പെട്ട രണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ അനലൈസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് നമുക്ക് ഈ പേപ്പറിൽ പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ശേഷം നടത്തുന്ന ഒരു പ്രോസസ്സാണ്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും ഇൻഫർമേഷനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ് ഈ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ് എന്നുള്ള ഈ ഒരു പേപ്പർ നിങ്ങൾ പഠിക്കുന്നത്. ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ ക്ലാസ് ദ റേഷ്യോ അനാലിസിസ്. യു ക്യാൻ സ്റ്റാർട്ട് ദ ക്ലാസ് വിത്ത് റേഷ്യോ അനാലിസിസ്. നമുക്ക് റേഷ്യോ അനാലിസിസ് എന്നുള്ള ചാപ്റ്റർ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. റേഷ്യോ അനാലിസിസ്. ഇതിൽ റേഷ്യോ, യു ആർ വെരി ഫെമിലിയർ വിത്ത് ദ ടേം റേഷ്യോ. നമ്മളെല്ലാവരും ഒരുപാട് റേഷ്യോസ് നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മളെ നിത്യജീവിതത്തിൽ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് റേഷ്യോ എന്നുള്ള ടേം. ദെൻ വാട്ട് ഈസ് റേഷ്യോ? എന്താണ് റേഷ്യോ എന്നുള്ളതാണ്. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം സാധാരണയായിട്ട് ടെസ്റ്റ് പേപ്പർ നടത്തുന്ന ടീച്ചേഴ്സ് ടെസ്റ്റ് പേപ്പർ സാധാരണയായിട്ട് നടത്താറുണ്ട്. നമ്മൾ വീട്ടിലത് അതിൻ്റെ മാർക്ക് വന്ന് പറയാമെന്നുള്ളത് നമുക്ക് വളരെ
ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് ക്ലാസ് ടെസ്റ്റ് ആണെങ്കിലും ഏത് ടെസ്റ്റ് ആണെങ്കിലും. ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ മാർക്ക് പറയുമ്പോൾ, ഇപ്പോൾ ക്ലാസ് ടെസ്റ്റ് ആയിക്കോട്ടെ, നമ്മൾ വീട്ടിൽ വന്നിട്ട് അമ്മയോട് മാർക്ക് പറയുമ്പം ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 8 മാർക്കാണെന്ന് കരുതുക. 8 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുക. 8 മാർക്ക് നിങ്ങൾ അമ്മയോട് വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ചോദിക്കും എത്രയിലാണ് 8 എന്ന് ചോദിക്കും. ആദ്യം തന്നെ അമ്മ അത് വെരി ഗുഡ്ന്നോ അല്ലെങ്കിൽ നല്ല കുട്ടിയും മിടിക്കും നല്ല മാർക്ക് കിട്ടിയെന്നൊന്നും അമ്മ പറയില്ല. പകരം ആദ്യം ചോദിക്കുന്നത് നിങ്ങളോട് എത്രയിലായിരുന്നു, ടോട്ടൽ എത്രയിലായിരുന്നു എന്ന് ചോദിക്കും. കാരണം എത്രയിലാണ് 8 മാർക്ക് എന്നുള്ളത് അറിയാണ്ട് അമ്മയ്ക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഒരു ക്ലാസ് ടെസ്റ്റിലെ പെർഫോമൻസിനെ കുറിച്ച് ഒരു വിലയിരുത്താൻ കഴിയില്ല. സോ അതുകൊണ്ടാണ് അമ്മ ആദ്യം ചോദിക്കുന്നത് എത്രയിലാണ് നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ വിചാരിക്കാം നിങ്ങൾക്ക് 10 മാർക്കാണ് ടോട്ടൽ ടെസ്റ്റ് പേപ്പറിൻ്റെ ടോട്ടൽ മാർക്ക് 10 മാർക്കാണെന്ന് കരുതുക. 10 മാർക്കിൽ നിങ്ങൾക്ക് 8 മാർക്ക് കിട്ടിയെന്ന് പറയുമ്പം ഇറ്റ് ഈസ് ബെറ്റർ, ഒരു നല്ല മാർക്കാണ്. 10 മാർക്കാണ് ടോട്ടലിന് നിങ്ങൾ പറഞ്ഞു കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മ പറയും നല്ല കുട്ടി മിടുക്കി എന്നുള്ളത് അമ്മ പറയും. അല്ല 20 മാർക്കാണ് ടോട്ടലെങ്കിൽ, 20ആണ് ടോട്ടലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് അത്ര നല്ലതല്ല, അമ്മ നല്ല കുട്ടിയൊന്നും പറയില്ല, ഒന്നും കൂടി മെച്ചപ്പെടുത്തണമെന്നേ പറയുള്ളൂ. കാരണം 20ലാണ് 8 മാർക്കെങ്കിൽ അത് എന്താണ് നല്ലതല്ല. എന്നാൽ 10ലാണ് 8 മാർക്കെങ്കിൽ നല്ല മാർക്കാണ്. അപ്പോൾ ഇവിടെ അമ്മ ആദ്യം തന്നെ നിങ്ങളുടെ മാർക്ക് കേട്ടപ്പോൾ തന്നെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയില്ല. പകരം ടോട്ടൽ മാർക്ക് എത്രയാണെന്ന് അമ്മ ചോദിച്ചത്. അപ്പോൾ ടോട്ടൽ മാർക്ക് അറിയില്ല. നിങ്ങൾക്ക് മാർക്ക് ഷീറ്റിൽ സാധാരണ ടീച്ചേഴ്സ് ഇങ്ങനെയാണ് മാർക്ക് വരിക, 8/10 അല്ലെങ്കിൽ 8/20 ഇങ്ങനെയൊക്കെയാണ് മാർക്ക് വരിക. ഇങ്ങനെയാണ് മാർക്കെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ കഴിയും. അപ്പം ഒരു സിംഗിൾ നമ്പർ നിങ്ങൾ വന്നിട്ട് അമ്മയോട് പറഞ്ഞപ്പം 8 എന്നുള്ള ഒരു മാർക്ക് മാത്രം 8 മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ അമ്മയോട് പറഞ്ഞപ്പം അമ്മയ്ക്ക് അവിടെ ഒന്നും കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അമ്മ എന്ത് ചോദിച്ചത്, എത്രയിലാണ് ടോട്ടൽ എത്ര മാർക്കാണെന്നുള്ളത് ചോദിച്ചത്. അപ്പോൾ ടോട്ടൽ എത്ര മാർക്കാണെന്ന് കിട്ടിയപ്പോൾ അമ്മ അവിടെ കമൻറ്റ് പറഞ്ഞു, എന്താണ് നല്ല കുട്ടി അല്ലെങ്കിൽ മോശം കുട്ടി എന്നുള്ളൊരു കമൻറ്റ് അവിടെ വന്നു അല്ലേ, മിടുക്കി എന്നുള്ള കമൻറ്റ് വന്നു. കാരണം ഒരു സിംഗിൾ നമ്പർ മാത്രം ഇവിടെ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് മീൻ എനിത്തിങ് ഓർ ഇറ്റ് ഡസ് നോട്ട് കൺവേ എനി ലോജിക്കൽ ഐഡിയ. ഒരു തരത്തിലുള്ള ലോജിക്കൽ ഐഡിയ ഒരു കൺവേ ചെയ്യുന്നില്ല. ഒരു സിംഗിൾ നമ്പർ മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. വെൻ എ നമ്പർ ഈസ് കമ്പയർഡ് വിത്ത് അനദർ നമ്പർ, അതേ കാറ്റഗറിയിലുള്ള വേറൊരു നമ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു സിംഗിൾ നമ്പറിന് ഒരു മീനിങ് ഉണ്ടാവുന്നുള്ളൂ. അതൊരു ലോജിക്കൽ ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു നമ്പറിനെ ഒരു മീനിങ് ഫുൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് റേഷ്യോ. ഓർ ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, റേഷ്യോ ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 നമ്പേഴ്സ്. 2 നമ്പറുകളുടെ റിലേഷൻഷിപ്പിനെ നമുക്ക് റേഷ്യോ ആയിട്ട് പറയാം. ഓർ എക്സ്പ്രസിങ് 1 നമ്പർ ഇൻ ടേംസ് ഓഫ് അനദർ, ഒരു നമ്പറിനെ മറ്റൊരു നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, റേഷ്യോ എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എ എന്നൊരു കമ്പനിയുടെ പ്രോഫിറ്റ് നിങ്ങൾ വിചാരിക്കുക ₹1 lakh പ്രോഫിറ്റാണ്. നിങ്ങളോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് കമ്പനിയുടെ പെർഫോമൻസ് എന്ന് ചോദിക്കുകയാണ്. കമ്പനിയുടെ പെർഫോമൻസ് ചോദിക്കുമ്പം നിങ്ങൾക്ക് പറയാൻ പറ്റും ഇത് നല്ല പെർഫോമൻസ് ആണ് അല്ലെങ്കിൽ മോശം പെർഫോമൻസ് ആണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടില്ല. കാരണം എന്താ, വെറും ₹1 lakh പ്രോഫിറ്റ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ എയുടെ പ്രോഫിറ്റ്. പകരം നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ചോദിക്കും എത്ര സെയിൽസ് നടത്തിയിട്ടാണ് അല്ലെങ്കിൽ എത്രയാണ് ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പല മറ്റുള്ള ഒരു നമ്പർ തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ₹1 lakh പ്രോഫിറ്റ് എന്നുള്ളത് നല്ലതാണോ മോശമാണോ എന്നുള്ളത് പറയാൻ പറ്റും. സപ്പോസ് ദ സെയിൽസ് 5 lakh ആണെന്ന് കരുതും. 5 lakh ആണ് സെയിൽസ് എന്ന് കരുതും. 5 lakhൽ 1 lakh നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. അങ്ങനെയാകുമ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ, അത് തരക്കേടില്ലാത്ത ലാഭമാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ₹1 lakh പ്രോഫിറ്റ് എന്ന് മാത്രം പറഞ്ഞപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ല, ആ ലാഭം അല്ലെങ്കിൽ ആ കമ്പനിയെക്കുറിച്ചൊരു വിലയിരുത്താൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. പകരം സെയിൽസ് എത്രയാണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എത്രയാണെന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും. എന്ത്, ഈ പ്രോഫിറ്റ് സഫീഷ്യൻ്റ് ആണ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബെറ്റർ ആണെന്നുള്ളൊരു അല്ലെങ്കിൽ മോശമാണെന്നുള്ളൊരു ഐഡിയ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഒരു സിംഗിൾ നമ്പർ മാത്രം ഇവിടെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. പകരം ഒരു നമ്പറിനെ വെൻ ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് അനദർ നമ്പർ ഇറ്റ് ഗിവ് എ മീനിങ് ഫുൾ ഐഡിയ ഓർ ലോജിക്കൽ ഐഡിയ, ഒരു മീനിങ് ഫുൾ ഐഡിയ അല്ലെങ്കിൽ ലോജിക്കൽ ഐഡിയ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ദ റേഷ്യോ. ഇങ്ങനെ ഒരു നമ്പറിനെ വേറൊരു നമ്പറുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് റേഷ്യോ എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് അപ്പോൾ എന്താണ് ആദ്യം മാർക്കിൻ്റെ കേസിൽ പറഞ്ഞു 10ൽ 8 മാർക്ക് കിട്ടി. ഇതൊരു റേഷ്യോയാണ്. ഔട്ട് ഓഫ് 10 മാർക്കിൽ 8 മാർക്ക് കിട്ടി. ടോട്ടൽ 10 മാർക്കിൽ 8 മാർക്ക് കിട്ടി എന്ന് പറയുമ്പോൾ ഒരു നല്ല മാർക്കാണ്, ഒരു റേഷ്യോയാണ്. അതുകൊണ്ട് തന്നെ 20ൽ 8 മാർക്ക് കിട്ടി, അതിലും അത്രയ്ക്ക് നല്ലതല്ല അല്ലേ, എന്നാലും ഒരു ആവറേജ് മാർക്കാണ്. അപ്പോൾ ഇങ്ങനൊരു ഐഡിയ ആവറേജ് ആണ്, നല്ലതാണ് അല്ലെങ്കിൽ മോശമാണെന്നുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് നടത്തണമെങ്കിൽ അവിടെ 2 നമ്പർ വേണം. ഒരു സിംഗിൾ നമ്പർ മാത്രം കിട്ടിയത് കൊണ്ട് നമുക്ക് ഒന്നും അതിൽ നിന്ന് മീനിങ് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇതാണ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ റേഷ്യോ ഈസ് എക്സ്പ്രസിങ് വൺ നമ്പർ ഇൻ ടേംസ് ഓഫ് അനദർ. ഞാൻ പറഞ്ഞു ഒരു നമ്പറിനെ മറ്റൊരു നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് റേഷ്യോ ഓർ ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ഫിഗേഴ്സ്. 2 ഫിഗേഴ്സ്, 2 നമ്പേഴ്സിൻ്റെ റിലേഷൻഷിപ്പിനെ നമുക്ക് റേഷ്യോ എന്ന് പറയാം. ദിസ് ഈസ് റേഷ്യോ. അപ്പോൾ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്പറിനെ വേറൊരു നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ എക്സ്പ്രസ് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 നമ്പേഴ്സ്. ദാറ്റ് ഈസ് റേഷ്യോ. And accounting ratio. What is accounting ratio? നമ്മളൊന്ന് റേഷ്യോ എന്ന് പറയുമ്പോൾ 2 നമ്പറിൻ്റെ റിലേഷൻഷിപ്പ് ആണ് നമ്മൾ പറഞ്ഞത്. ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 നമ്പേഴ്സ്. ദെൻ when these 2 numbers are taken from the accounting statement like profit and loss account or balance sheet, accounting statement ആയിട്ടുള്ള profit and loss account or balance sheet എന്നാണ് നമ്മൾ ഈ 2 നമ്പേഴ്സ് എടുക്കുന്നതെങ്കിൽ that ratio is known as accounting ratio. So accounting ratio is a ratio calculated from the items of financial statements like profit and loss account and balance sheet. Profit and loss account, balance sheet തുടങ്ങിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നുള്ള 2 ഐറ്റം എടുത്തിട്ടാണ് നമ്മൾ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് അക്കൗണ്ടിങ് റേഷ്യോ. അക്കൗണ്ടിങ് റേഷ്യോ. അപ്പോൾ നമുക്കിവിടെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് അക്കൗണ്ടിങ് റേഷ്യോയെ കുറിച്ചാണ്. എന്താണ് അക്കൗണ്ടിങ് റേഷ്യോ നമുക്ക് നോക്കാം. ഇനി അടുത്തത് എങ്ങനെയൊക്കെ ഒരു റേഷ്യോയെ എക്സ്പ്രസ് ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് റേഷ്യോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാർക്കിൻ്റെ കേസിൽ പറഞ്ഞു 8/10 എന്ന് പറഞ്ഞൊരു റേഷ്യോ ആണെന്ന് പറഞ്ഞു. ദെൻ പ്രോഫിറ്റിൻ്റെ കേസിൽ 1 lakh പ്രോഫിറ്റ് ഔട്ട് ഓഫ് 5 lakh സെയിൽസ്. ഇതൊരു റേഷ്യോയാണ്. ഇതൊക്കെ നമ്മൾ പറയുന്ന ഒരു 2 നമ്പറിന് റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് റേഷ്യോ എക്സ്പ്രസ് ചെയ്യാൻ നോക്കാം. അതിലാദ്യം പ്രൊപ്പോർഷൻ നിങ്ങൾക്കറിയാം. പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2:1 അല്ലെങ്കിൽ 1:1 ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ if the ratio is expressed in this way it is known as proportion. ഇങ്ങനെ പ്രൊപ്പോർഷൻ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ നമ്പർ രണ്ടാമത്തെ ഡബിൾ ആണെന്ന്. 2:1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ നമ്പർ രണ്ടാമത്തെ നമ്പറിൻ്റെ ഡബിളാണ്. then ഇവിടെ 1:1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 നമ്പറും ഈക്വൽ ആണ് അല്ലേ. അങ്ങനെ റിലേഷൻഷിപ്പിനെ നമുക്കിവിടെ കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഈ രീതിയിലാണെങ്കിൽ ഇറ്റ് ഈസ് പ്രൊപ്പോർഷൻ. ദെൻ പെർസെൻറ്റേജ്. ഇപ്പോൾ നമുക്ക് 20% അല്ലെങ്കിൽ 25%. പെർസെൻറ്റേജ് നമുക്ക് എക്സ്പ്രസ് ചെയ്യും. പെർസെൻറ്റേജ് പറയുമ്പോൾ നമ്മളൊരു സംഖ്യ 100-ലായിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെയും നമുക്ക് എന്താണ് 100-ൽ 20 എന്നുള്ളത് അല്ലേ, 100-ൽ 25 എന്നുള്ളത് ആ രീതിയിൽ എക്സ്പ്രസ് ചെയ്യും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് 20% ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ റിലേഷൻഷിപ്പിന് നമുക്ക് 20% ആയിട്ടും പറയാം. ഈ ഒരു റിലേഷൻഷിപ്പിന് നമുക്ക് 20% ആയിട്ടും പറയാം. അപ്പോൾ ഇങ്ങനെ പെർസെൻറ്റേജിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ദെൻ ടൈംസ് നമ്മൾ ഇരട്ടി, ഇത്ര ഇരട്ടി, 2 ഇരട്ടി, 5 ഇരട്ടി, 10 ഇരട്ടി എന്നൊക്കെ പറയാറുണ്ട്. ദെൻ ടൈംസ് റെപ്രസെൻറ്റ് ചെയ്യാം. 2 times, 3 times, 3 times ഇങ്ങനെ നമുക്ക് ഒരു നമ്പറിൻ്റെ ഇത്ര ഇരട്ടിയായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. 2 നമ്പറുകളെ അതിൻ്റെ റിലേഷൻഷിപ്പ് പറയുമ്പോൾ ആദ്യത്തെ നമ്പറിൻ്റെ ഇത്ര ഇരട്ടിയാണ്, ഇത്ര ടൈംസ് ആണ് എന്നുള്ളത് എക്സ്പ്രസ് ചെയ്യാം. അതൊരു റിലേഷൻഷിപ്പിന് പറയുന്നൊരു രീതിയാണ്. ദെൻ ഫ്രാക്ഷൻ. ഇപ്പോൾ ഹാഫാണ് അല്ലേ, ഈ പറഞ്ഞ ഫ്രാക്ഷനിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 1/4 ആണ്, അല്ലെങ്കിൽ 3/4 ആണ്. ഇങ്ങനെ ഫ്രാക്ഷനിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. വി ക്യാൻ എക്സ്പ്രസ് റേഷ്യോ ഇൻ ഡിഫറെൻറ്റ് വേസ്. പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, ടൈംസ് ആൻഡ് ഫ്രാക്ഷനിലും എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ അക്കൗണ്ടിങ് റേഷ്യോ നമുക്ക് ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടി വരും. ദെൻ എന്താണ് റേഷ്യോ അനാലിസിസ്? നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരിന് റേഷ്യോ അനാലിസിസ് എന്നാണ്. വാട്ട് ഈസ് റേഷ്യോ അനാലിസിസ്? റേഷ്യോ അനാലിസിസ് ഈസ് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റേഷ്യോ. Analysis of financial statements with the help of ratio.
analysis of profit and loss account and balance sheet using the technique of ratio. റേഷ്യോ എന്നുള്ള ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെയും ബാലൻസ് ഷീറ്റിലെയും ഐറ്റത്തെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് നോൺ ആസ് റേഷ്യോ അനാലിസിസ്. ദാറ്റ് ഈസ് റേഷ്യോ അനാലിസിസ്. ദെൻ what are the objectives of ratio analysis? റേഷ്യോ അനാലിസിസ്, റേഷ്യോസ് എന്നുള്ള ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പം what are the objectives? ഇവിടെ നമ്മൾ അക്കൗണ്ടിങ് റേഷ്യോ അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് objective is to study short-term solvency. Short-term solvency study. What is short-term solvency? Short-term solvency or liquidity. ഇത് പറയുന്ന വേറൊരു പേരാണ് liquidity. Short-term solvency പറയുന്ന വേറൊരു പേരാണ് liquidity. What is liquidity? Liquidity is the ability of the firm to pay its obligation within short period. Or it is the capacity of a firm to pay the short-term obligation, or it is the ability of a firm to generate cash and cash equivalents. ഒരു കമ്പനിയുടെ കഴിവാണ്. എന്ത് കഴിവ്? നമ്മൾ അതിൻ്റെ ഷോർട്ട് ടേം ബാധ്യതകൾ പെട്ടെന്ന് തീർക്കാനുള്ള, ഡെയിലി പേയ്മെൻറ്റ്സ് ഒക്കെ പെട്ടെന്ന് തീർക്കാനുള്ള കമ്പനിയുടെ കപ്പാസിറ്റിയാണ് ഷോർട്ട് ടേം സോൾവൻസി അല്ലെങ്കിൽ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പം ലിക്വിഡിറ്റി മെഷർ ചെയ്യാൻ നമുക്ക് എന്താണ് റേഷ്യോ എന്നുള്ള ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ലിക്വിഡിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റേഷ്യോസ്, അതിൽ കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, സൂപ്പർ ക്വിക്ക് റേഷ്യോ, ഇതൊക്കെ നമ്മൾ ഷോർട്ട് ടേം സോൾവൻസി അല്ലെങ്കിൽ ലിക്വിഡിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റേഷ്യോയാണ്. സോ ടു സ്റ്റഡി ദ ഷോർട്ട് ടേം സോൾവൻസി ഓഫ് ദ firm is one of the objective of ratio analysis. കമ്പനിയുടെ ഷോർട്ട് ടേം ബാധ്യതകൾ തീർക്കാനുള്ള കമ്പനിയുടെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, കമ്പനിക്ക് ഷോർട്ട് ടേം അല്ലെങ്കിൽ കറണ്ട് അസറ്റ് എത്രത്തോളം, ഷോർട്ട് ടേം ബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയുടെ കയ്യിൽ വേണ്ട അസറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റാണ്. ഈ കറണ്ട് അസറ്റ് ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്പീഡിൽ ക്യാഷ് ആക്കി മാറ്റാനുള്ള കമ്പനിയുടെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഉള്ളത് മെഷർ ചെയ്യാൻ നമുക്ക് റേഷ്യോ അനാലിസിസ് ഉപയോഗിക്കാം. ദെൻ ടു സ്റ്റഡി ദ ലോങ് ടേം സോൾവൻസി ഓഫ് ദ കമ്പനി. Long-term solvency. What is long-term solvency? Long-term solvency is the ability of a company to meet the long-term obligation. Long-term obligation, or the ability of a company to meet the winding up obligation. Winding up ന്റെ സമയത്ത് അവിടെ ഉണ്ടാവുന്ന ബാധ്യതകൾ, ആ സമയത്ത് ഉണ്ടാവുന്ന ബാധ്യതകൾ കമ്പനിക്ക് തീർക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയുടെ കയ്യിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള അസറ്റ് ഉണ്ടോ, ഫിക്സഡ് അസറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഈ ലോങ് ടേം സോൾവൻസി കൊണ്ട് ഉപയോഗിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പോൾ വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഈസ് ടു സ്റ്റഡി ദ എബിലിറ്റി ഓഫ് എ കമ്പനി ടു മീറ്റ് ദ സോൾവൻസി ലോങ് ടേം സോൾവൻസി മീറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ലോങ് ടേം സോൾവൻസി കമ്പനിയുടെ എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് എന്താണ് റേഷ്യോ അനാലിസിസ് ഉപയോഗിക്കാം. ദെൻ ടു ഡിറ്റർമിൻ ദ പ്രോഫിറ്റബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് to measure the profit making capacity of the company. കമ്പനിയുടെ പ്രോഫിറ്റ് മേക്കിംഗ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള റേഷ്യോസ് ഉണ്ട്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നെറ്റ് സെയിൽസ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആണ്. ഇനിയും അഡീഷണൽ ആയിട്ട് കുറച്ച് റേഷ്യോയും കൂടി നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി ഡിറ്റർമിൻ ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റീവും കൂടി ഈ റേഷ്യോ അനാലിസിസിനുണ്ട്. Then third one, to measure the performance of the company. Company's performance measure. What is performance? It is the utilization of assets or efficiency in utilizing the assets. കമ്പനിയുടെ അസറ്റ്സ് യൂട്ടിലൈസ് ചെയ്യുന്നതിനുള്ള എഫിഷ്യൻസി. കമ്പനിയുടെ അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ, കറണ്ട് അസറ്റിൻ്റെ, അല്ലേ, ഇങ്ങനെയുള്ള അസറ്റുകൾ യൂട്ടിലൈസ് ചെയ്യുന്നതിൽ കമ്പനി എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട്, കറണ്ട് അസറ്റിൻ്റെ സ്റ്റോക്ക് ഉണ്ട്, ബിൽസ് റിസീവബിൾ ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, ഇങ്ങനെയുള്ള അസറ്റുകൾ എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് അതിൻ്റെ പർപ്പസ് നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടി കമ്പനി എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് ഈ കറണ്ട് അസറ്റിനെയും ഫിക്സഡ് അസറ്റിനെയും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലിനെ എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് കമ്പനി യൂസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ മെഷർ ചെയ്യാൻ നമുക്ക് റേഷ്യോ അനാലിസിസ് കൊണ്ട് പറ്റും. Then to facilitate the ഫോർകാസ്റ്റിങ്ങിന് ഹെൽപ്ഫുൾ ആക്കുക. ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അക്കൗണ്ടിങ് ഫോർ മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള ആ പേപ്പറിൻ്റെ പേരിന് ടു ഹെൽപ്പ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് ഡിസിഷൻ മേക്കിംഗ് എങ്ങനെ ഹെൽപ്ഫുൾ ആക്കും, ഫോർകാസ്റ്റിംഗ് നടന്നാലേ നമുക്ക് എന്താണ് ഡിസിഷൻ മേക്കിംഗ് സാധ്യമാവുള്ളൂ. സോ
Ratio analysis also helpful for forecasting and to facilitate comparison. Comparison എന്ന് പറയുമ്പോൾ to compare a firm with another firm or to compare a firm from the current year to last year. ഈ കറണ്ട് ഇയറിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ പെർഫോമൻസിനെ മറ്റൊരു ഫേമിൻ്റെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുക. ഇങ്ങനെയൊക്കെ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റേഷ്യോ അനാലിസിസ് വളരെ ഹെൽപ്ഫുള്ളാണ്. ദെൻ to enable managerial decision making. The ultimate objective of managerial accounting for management is to facilitate decision making. Decision making helpful ആവുന്നത് ഇതൊക്കെ നമുക്കറിയാം, decision making helpful ആവുന്ന രീതിയാണ്. So the final or ultimate objective of the ratio analysis accounting ratio is managerial decision making. Managerial decision making helpful ആവുക എന്നുള്ളതാണ് accounting for management ultimate ആയിട്ടുള്ള objective. So these are the objectives of accounting for management or ratio analysis. Ratio analysis ന്റെ ultimate objective ആണ്. Then we can study the classification of ratios. What are the different types of ratios? ഏതൊക്കെയാണ് different types of ratios എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഇവിടെ classification is done on 3 heads. 3 heads നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. On the basis of accounting statement used, on the basis of importance and on the basis of function. ഇങ്ങനെ 3 heads നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. The first classification based on accounting statement used. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് നമ്മൾ അക്കൗണ്ടിങ് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് എന്നുള്ള ഈ 2 പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റിലെ ഐറ്റംസ് എടുത്തുകൊണ്ടാണ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഏത് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ ഏത് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ് ആണോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, ഓൺ ദി ബേസ് ഓഫ് ദാറ്റ് we can classify the ratio into balance sheet ratio, profit and loss account ratio and combined ratio. ഇങ്ങനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. The first one is balance sheet ratio. What is balance sheet ratio? When the ratio is calculated from the items of balance sheet only, it is known as balance sheet ratio. നമ്മൾ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിലെ 2 ഐറ്റം എടുത്തിട്ടാണെങ്കിൽ, ബാലൻസ് ഷീറ്റിലെ മാത്രം 2 ഐറ്റം എടുത്തിട്ടാണ് നമ്മൾ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് റേഷ്യോ ഈസ് നോൺ ആസ് ബാലൻസ് ഷീറ്റ് റേഷ്യോ. ഈ ബാലൻസ് ഷീറ്റ് റേഷ്യോയെ ഫിനാൻഷ്യൽ റേഷ്യോ എന്നും പറയും. ഫിനാൻഷ്യൽ ratio. Balance sheet ratio can be also known as financial ratio. Then balance sheet ratio ക്ക് ഉദാഹരണമാണ് current ratio, liquid ratio, etc. Current ratio എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഐറ്റം current asset divided by current liability ആണ് current ratio. Current asset divided by current liability. Current asset എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലെ ഐറ്റമാണ്. current liability എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലെ ഐറ്റമാണ്. So this ratio, the current ratio is calculated from the items of balance sheet. Balance sheet item എടുത്തിട്ടാണ് നമ്മൾ current ratio calculate ചെയ്യുന്നത്. So it is an example for balance sheet ratio. Balance sheet ratio ക്ക് example ആണ് current ratio. Then അതുപോലെ തന്നെ liquid ratio, super tip ratio ഇതൊക്കെ balance sheet ratio ക്ക് ഉദാഹരണമാണ്. Then next profit and loss account ratio. Profit and loss account ratio. When the ratio is calculated from the item of profit and loss account, it is known as profit and loss account ratio. When 2 items is taken from the profit and loss account, for calculating ratio, it is known as profit and loss account ratio. നമ്മൾ 2 ഐറ്റം എടുക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണെങ്കിൽ it is known as profit and loss account ratio. Profit and loss account ratio ക്ക് ഉദാഹരണമാണ് net profit ratio, GP ratio. ഇനിയുണ്ട് റേഷ്യോസ്. അത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നിങ്ങൾക്ക് അറിയാം, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100 ആണ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഒരു ഐറ്റമാണ്. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഒരു ഐറ്റമാണ്. സോ ദിസ് റേഷ്യോ ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റേഷ്യോ. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റമാണ്. ദെൻ നെറ്റ് സെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റമാണ്. അപ്പോൾ ജി പി റേഷ്യോ GP gross profit divided by net sales into 100 ആണ്. അപ്പോൾ GP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഒരു ഐറ്റമാണ്. ദെൻ അതുകൊണ്ട് നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഒരു ഐറ്റമാണ്. സോ ദിസ് ഈസ് an example of profit and loss account ratio. Then third one is combined ratio. Combined ratio. What is combined ratio?
When one item is taken from the balance sheet and another item from the profit and loss account, it is known as combined ratio. Combined ratio is fixed asset turnover ratio. Fixed asset turnover ratio. Then working capital turnover ratio. Okay, combined ratio is one item balance sheet, one item profit and loss account. Two item statement ratio, it is known as mixed ratio or combined ratio. So these are the classification based on accounting statement used. Then next, on the base of importance. On the base of importance, the ratios are of two types: primary ratios and secondary ratios. Primary ratio and secondary ratio. What is primary ratio? Primary objective of the business is to earn profit. Profit in business primary objective. So, all ratios which measuring the profitability, company profitability measuring the ratio, it is known as primary ratio. Profitability measuring the ratio is the primary ratio because the primary objective of the business is to earn profit. Profit earns business primary objective. So all the ratios which is calculated for assessing the profitability of the company is known as primary ratio and secondary ratio. Secondary ratios, all other ratios are secondary ratios. All ratios other than primary ratio. Primary ratio all ratio secondary ratio. Okay, these are the classification based on importance. Then classification based on function. Function based classify purpose. Ratio purpose base. There are 5 types of ratios: liquidity ratio, leverage ratio, activity ratio, profitability ratio and market test ratio. The first one is liquidity ratio. Liquidity ratio. What is liquidity? Liquidity is the ability of a company to pay the short-term obligation, or it is the company's ability to make cash or cash equivalents. Company short-term ബാധ്യതകൾ ഇപ്പം ഒരു 1 ഇയറിൻ്റെ ഉള്ളിലുള്ള ബാധ്യതകൾക്ക് തീർക്കാൻ കമ്പനിക്ക് എത്രത്തോളം അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ കമ്പനിക്ക് അതിനുള്ള അസറ്റ് ഉണ്ട്. അസറ്റ് എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റാണ് വേണ്ടത്. ഈ കറണ്ട് അസറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ലിക്വിഡിറ്റി റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിക്വിഡിറ്റി പൊസിഷൻ മെഷർ ചെയ്യാം. കമ്പനിക്ക് ക്യാഷ് ജനറേറ്റ് ഈസി ആയിട്ട് എപ്പോൾ ആവശ്യം വരുമ്പോഴും ഈസി ആയിട്ട് ക്യാഷ് ജനറേറ്റ് ചെയ്യാനുള്ള അസറ്റ് ഉണ്ടോ, അതിന് പെട്ടെന്ന് പേയ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ നമ്മളുടെ കയ്യിൽ ക്യാഷ് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകൾ വേണം. അതാണ് കറണ്ട് അസറ്റ്. സോ എത്രത്തോളം കറണ്ട് അസറ്റ് ഉണ്ട് കമ്പനിയുടെ ബാധ്യതയ്ക്ക് അനുസരിച്ച് എന്നുള്ളതാണ് ലിക്വിഡിറ്റി റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ലിക്വിഡിറ്റി റേഷ്യോ മെഷേഴ്സ് ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ലിക്വിഡിറ്റി റേഷ്യോസ്. ലിക്വിഡിറ്റി റേഷ്യോസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. കറണ്ട് റേഷ്യോ, ലിക്വിഡ് റേഷ്യോ, സൂപ്പർ ക്വിക്ക് റേഷ്യോ, ഇതൊക്കെ ലിക്വിഡിറ്റി റേഷ്യോയ്ക്ക് ഉദാഹരണമാണ്. നമ്മൾ വഴിയെ നമുക്കത് നോക്കാം. ദെൻ നെക്സ്റ്റ് ലിവറേജ് റേഷ്യോ. ലിവറേജ് റേഷ്യോ എന്ന് പറയുമ്പം ദോസ് റേഷ്യോസ് വിച്ച് മെൻറ്റ് ഫോർ അസസിങ് ദ ലോങ് ടേം സോൾവൻസി ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ലോങ് ടേം സോൾവൻസി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ലോങ് ടേം സോൾവൻസി എന്ന് പറഞ്ഞാൽ ലോങ് ടേം ബാധ്യതകൾ കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ കമ്പനിക്ക് വൈൻഡപ്പ് ചെയ്യുമ്പോൾ കമ്പനിയുടെ ബാധ്യതകളൊക്കെ കൊടുത്തു തീർക്കാൻ കമ്പനിയുടെ കയ്യിൽ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫിക്സ്ഡ് അസറ്റ് ഉണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യുന്ന റേഷ്യോയാണ് ലിവറേജ് റേഷ്യോ. ലിവറേജ് റേഷ്യോയ്ക്ക് ഉദാഹരണമാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ഫിക്സ്ഡ് അസറ്റ് റേഷ്യോയ്ക്ക് ലിവറേജ് റേഷ്യോയ്ക്ക് ഉദാഹരണമാണ്. ദെൻ ആക്ടിവിറ്റി റേഷ്യോ. What is activity ratio? From the name itself, it is the calculating the activity, the performance, the ability of a company to use its resource. കമ്പനിയുടെ റിസോഴ്സുകൾ യൂട്ടിലൈസ് ചെയ്യുന്നുള്ള കമ്പനിയുടെ കപ്പാസിറ്റി, എഫിഷ്യൻസി, ഇത് മെഷർ ചെയ്യാണ് ആക്ടിവിറ്റി റേഷ്യോ. ഇത് നമുക്ക് ടേൺ ഓവർ റേഷ്യോസ് എന്നും പറയും. ആക്ടിവിറ്റി റേഷ്യോ ടേൺ ഓവർ റേഷ്യോസ് എന്നും പറയാറുണ്ട്. ടേൺ ഓവർ റേഷ്യോസ് മെഷേഴ്സ് ദ ആക്ടിവിറ്റി ഓർ പെർഫോമൻസ് ഇൻ ദ അസറ്റ് യൂട്ടിലൈസേഷൻ. കമ്പനിയുടെ ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ് തുടങ്ങിയ അസറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നതിൽ എത്രത്തോളം കമ്പനി എഫിഷ്യൻ്റ് ആണ് എന്നുള്ളത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആക്ടിവിറ്റി റേഷ്യോസ്. അതിൽ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ഉണ്ട്, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഉണ്ട്, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് റേഷ്യോസ് നമുക്ക് ആക്ടിവിറ്റി റേഷ്യോസിൽ പഠിക്കും. ദെൻ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ്, the ratios are used for assessing the profitability, profit making capacity of the company.
കമ്പനിയുടെ പ്രോഫിറ്റ് മേക്കിംഗ് കപ്പാസിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉപയോഗിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോ. പ്രോഫിറ്റബിലിറ്റി റേഷ്യോയ്ക്ക് ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞാണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, ഇങ്ങനെയുള്ള റേഷ്യോസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ദെൻ മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ്. മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് are used for assessing the market performance, capital market performance of the company. How the company's shares perform in capital market. How the investors' reaction to the company's shares. കമ്പനിയുടെ ഷെയറിനോടുള്ള ഇൻവെസ്റ്റേഴ്സിന് റിയാക്ഷൻ എന്തൊക്കെയാണ്, ക്യാപിറ്റൽ മാർക്കറ്റിൽ കമ്പനി ഏത് രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റേഷ്യോയാണ് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ്. ഏണിംഗ് പെർ ഷെയർ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, DP റേഷ്യോ, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ സാധാരണയായിട്ട് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോയ്ക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് 5 ടൈപ്പ് റേഷ്യോസ് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്ലാസിഫിക്കേഷനും ഈ ഫംഗ്ഷൻ്റെ ബേസിലുള്ളതാണ്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനുള്ളതും ഈ ഒരു ഫംഗ്ഷൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ്. ഓരോ ഐറ്റവും ഈ 5 ടൈപ്പ് റേഷ്യോസും എടുത്ത് അതിൽ ഏതൊക്കെ എക്സാമ്പിൾ ഉണ്ട്, അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, എങ്ങനെയാണ് കമ്പനിയെ അസസ് ചെയ്യുക, കമ്പനിയെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം ഈ റേഷ്യോൻ്റെ ബേസിൽ എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. സോ ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് ഈ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ ആ ടൈപ്പ് റേഷ്യോസ് നമുക്ക് നോക്കാം. അതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ ടൈപ്പും ലിക്വിഡിറ്റി റേഷ്യോ ഓരോന്നെടുത്തിട്ടും അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം, അതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, എങ്ങനെ കമ്പനിയെ അതിൻ്റെ ബേസിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് വരും ക്ലാസ്സുകളിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.